നമസ്കാരം. രാജ്യം ഇനി ആര് ഭരിക്കണം? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴം നൽകേണ്ടതുണ്ടോ? ഒറ്റയ്ക്ക് 370, ഒന്നിച്ച് 400. ഈ കണക്കുകളൊക്കെ യാഥാർത്ഥ്യമാകുമോ? അതോ INDA എന്ന പ്രതിപക്ഷ മുന്നണി അപ്രതീക്ഷിതമായി നേട്ടം കൊയ്യുമോ? സംഭവ ബഹുലമായിരുന്ന കേരളത്തിൽ ഇക്കുറിയെങ്കിലും താമര വിരിയുമോ? എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരത്തിനു വേണ്ടി ഇനി വെറും 30 ദിവസം കൂടി മാത്രം കാത്തിരുന്നാൽ മതി. തങ്ങൾ പയറ്റിയ തന്ത്രങ്ങളുടെയൊക്കെ ഫലം എന്താകും എന്നറിയാനുള്ള വലിയ ആകാംക്ഷയിൽ തന്നെയാണ് കേരളത്തിലെ പാർട്ടികളുമുള്ളത്. LDFും UDFും NDAയുടെയും കണക്ക് കൂട്ടലുകൾ അവർ ഇപ്പോഴും തുടരുന്നുമുണ്ട്. നമുക്കറിയാം, 2019 വരെ കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം എന്ത് ചർച്ച ചെയ്യണം, എന്ത് ചർച്ച ചെയ്യേണ്ട എന്നൊക്കെ തീരുമാനിച്ചിരുന്നത് ഈ നാട്ടിലെ ഇടതുപക്ഷവും അതിനോടൊപ്പം തന്നെ UDFും ചേർന്ന് തന്നെയായിരുന്നു. അതിന് വലിയൊരു മാറ്റം ഇക്കുറി സംഭവിച്ച കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. മാത്രമല്ല, ദക്ഷിണേന്ത്യയിലേക്ക് നോക്കുകയേ വേണ്ട, അവിടെ ഒരടവും ഫലിക്കില്ല എന്നൊക്കെ കരുതിയിരുന്ന BJP ഇത്തവണ മിഷൻ സൗത്തുമായാണ് കളം നിറഞ്ഞത്. ചെങ്കോൽ പുതിയ പാർലമെന്റിൽ എത്തിയ സമയത്താണ് ഈ മിഷൻ സൗത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങിയതെങ്കിൽ പോലും അതിനൊക്കെയുള്ള ഹോംവർക്ക് BJP അതിനും എത്രയോ കാലം മുൻപ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മിഷൻ സൗത്തിൽ കേരളവും തമിഴ്നാടും തന്നെയാണ് BJP പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. കർണാടക എന്ന സംസ്ഥാനം ഭരിക്കാനും അവിടെ നിന്നും റെക്കോർഡ് എണ്ണം MP-മാരെ ലോക്സഭയിലേക്ക് അയക്കാനും BJP എന്ന പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് തടസ്സമാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ അവർക്ക് മുന്നിലുള്ളത്? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും. ഏറ്റവും പ്രധാനപ്പെട്ടത് ജനപ്രീതിയുള്ള നേതാക്കളുടെ അഭാവം തന്നെയാണ് കേരളത്തിലെ BJPയുടെ എല്ലാ കാലത്തെയും വലിയ വെല്ലുവിളികളിലൊന്ന്. O രാജഗോപാലിനെ പോലെയുള്ള സൗമ്യ മുഖങ്ങൾ മാത്രം പോരാ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കാൻ. രാഷ്ട്രീയ പാരമ്പര്യമുള്ള വമ്പൻ സ്റ്റാവുകളൊന്നും തന്നെ BJPയുടെ കൈവശം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഇക്കുറി BJP തിരുത്തി കുറിക്കുക തന്നെ ചെയ്തു. കേരളത്തിന്റെ സ്വന്തം ലീഡറുടെ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെ അപ്രതീക്ഷിത നീക്കത്തിലൂടെ സ്വന്തമാക്കിയ BJP അത് കേരളത്തിൽ ഒരു പ്രചരണ വിഷയമാക്കി നിലനിർത്തുന്നതിൽ വിജയം കാണുകയും ചെയ്തു. മാത്രമല്ല, മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്ന AK ആന്റണിയുടെ മകനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയതും കോൺഗ്രസിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളായിരുന്നു. കോൺഗ്രസിന്റെ വിശ്വാസ്യത ഇടിക്കുകയും അവിടെ നിന്നും ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും BJPക്കൊപ്പം എത്തുമെന്നും ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ഇതിലൂടെ BJPക്ക് സാധിക്കുകയും ചെയ്തു. ഇതിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം സംസ്ഥാന നേതൃത്വമല്ല ഇത്തരത്തിലുള്ള ചരടുവലികളൊന്നും നടത്തിയത്. അതൊക്കെ കേന്ദ്രം നേരിട്ട് തന്നെയായിരുന്നു. ഒരുപക്ഷെ ഈ വമ്പൻ സ്രാവുകളൊക്കെയും പാർട്ടിയിൽ എത്തിയത് മാധ്യമങ്ങളിലൂടെ തന്നെ ആയിരിക്കണം കേരളത്തിലെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞത്. പക്ഷെ അതിനും എത്രയോ മുൻപ് തന്നെ കേന്ദ്ര നേതൃത്വം അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതുവഴിയൊക്കെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ ഒരു സ്പേസ് നേടിയെടുക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് EP ജയരാജനുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിന്റെ ഒരു വശത്ത് BJP ആയിരുന്നു ഉണ്ടായിരുന്നത്. BJP പ്രവേശനത്തിന് ജയരാജൻ ശ്രമം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. എങ്കിൽ പോലും കേരളത്തിൽ നിന്നും വലിയ നേതാക്കൾ ആരും BJPയിൽ പോകാൻ ആലോചിക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കില്ല എന്ന പൊതുധാരണയെ മാറ്റിമറിക്കാൻ BJPക്ക് ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ കോൺഗ്രസ് മാത്രമല്ല, മറിച്ച് വിപ്ലവം പറയുന്ന ഇടതുപക്ഷത്തിനും BJPയോട് വലിയ ഐത്തമൊന്നുമില്ല എന്ന് കാണിച്ചു കൊടുക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, തൃശ്ശൂരിൽ മാത്രമായിരിക്കും ത്രികോണ മത്സരം നടക്കുക എന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ എല്ലാവരും കരുതിയത്. ആ പ്രതീക്ഷകളെയും BJP തകിടം മറിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നായി തിരുവനന്തപുരം, പലപ്പോഴും ശശി തരൂർ എന്ന വിശ്വപൗരന്റെ സാന്നിധ്യം കൊണ്ട് രാജ്യശ്രദ്ധ തന്നെ നേടുന്ന മണ്ഡലം. അവിടെ ശശി തരൂരിനൊത്ത എതിരാളിയായി രാജീവ് ചന്ദ്രശേഖരനെ പ്രതിഷ്ഠിച്ച തന്ത്രവും BJPക്ക് ഉണ്ടാക്കി കൊടുത്ത മൈലേജ് ചെറുതായിരുന്നില്ല. BJPക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ ഇറക്കി എങ്കിൽ പോലും അത് പ്രതീക്ഷിച്ചത്ര ഓളം ഉണ്ടാക്കിയില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി അവിടെയുണ്ട്. പക്ഷെ അവിടെ INDA എന്ന മുന്നണിയിലെ തന്നെ സഖ്യകക്ഷികളായ CPIയും കോൺഗ്രസും ഏറ്റുമുട്ടുന്നു എന്നുള്ള ഒരു ചർച്ച അത് രാജ്യതലത്തിൽ തന്നെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിൽ കേരളത്തിൽ ഒരു സീറ്റ് പോലും കയ്യിലില്ലാത്ത BJP ആണ് ഈ കാലത്തെ, അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പല ദിവസങ്ങളിലും പ്രചരണത്തിന്റെ അജണ്ട നിശ്ചയിച്ചത് എന്നതൊരു ചെറിയ കാര്യമേ അല്ല. ഈ തന്ത്രങ്ങളൊക്കെ അവരുടെ പെട്ടിയിൽ വോട്ടായി വീഴുമെന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വവും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വരവ് കൂടി കേരളത്തിലേക്ക് വരും എന്നുറപ്പാണ് യഥാർത്ഥ മിഷന് തുടക്കം കുറിക്കാൻ.